നമുക്ക് ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട് കൊടൈക്കനാൽ പോകാനായിട്ട്. ഫസ്റ്റ് നമ്മളെ സ്റ്റോപ്പ് മധുരയാണ്. മധുര വരെ 3 പേർക്ക് 1065 ആണ് റേറ്റ്. നമ്മളിപ്പോൾ KSRTC ബസ് ടെർമിനലിലാണ് നിൽക്കുന്നത്, തമ്പാനൂർ. ബസ് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള യാത്രയിലാണ്. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രിപ്പിൾ സ്പേസ് ടൈം. ശിവ ഹിയർ. നമ്മളിപ്പോൾ നിൽക്കുന്ന KSRTC ബസ് ടെർമിനലാണ്. അപ്പോൾ നമ്മൾ ചെറിയ യാത്ര പോകാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ്. നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തു. നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ മധുരയാണ്. അപ്പോൾ ഇത് അദീത്, ഇത് നിതിൻ, ഇത് ഹരി. നമ്മളെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഹരി. അപ്പോൾ നമ്മൾ 3 പേരുമാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് യാത്ര ആരംഭിക്കാം. നമുക്ക് ഓരോ കാഴ്ചകളായിട്ട് കാണാം. ഇതാണ് നമ്മളെ ബസ്. ഇവിടുന്ന് ഇനി മധുര വരെയുള്ള കാഴ്ചകൾ കാണാം. അവിടുന്ന് ഇനി നമുക്ക് അടുത്ത കൊടൈക്കനാലിലോട്ട് പോകുന്ന കാഴ്ചകൾ കാണാം. അപ്പോൾ നൈസൊരു യാത്രയായിരിക്കാൻ വേണ്ടി നമ്മളെല്ലാം പ്രാർത്ഥിച്ച് കയറുകയാണ്. Bye man. Bye bye. Bye bye. Good night. Bye bro. Cholo bhai. Oh. When I let you go, let's just pull you closer. I can't understand where it came from, but you got it, I got it. It began in the land of the sandstorm. I fought it, though I wanted everything to do with what you give to me. Loosening my grip has pulled you into me. When I let you go, it just pulled you closer. It's a long departure. Sarah, 20 rupees. 20 rupees. One number. There. Yaar. Arapale bete kitna sir? Arapale bus stand sir. Very good. Arapale mein heading. Arapale bus stand mein. Arapale. Arapale ma. $540 ആകുമ്പോഴേ ബസ് വരത്തുള്ളൂ. 540 ആകുമ്പോൾ എത്തും. അങ്ങനെ നമ്മൾ മധുര എത്തി. ഉടൻ തന്നെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് 6 പാളയത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ ഇവിടുന്ന് ഇനി 540 ആകുമ്പോഴത്തേക്കും കൊടൈക്കനാലിലോട്ടുള്ള ബസ് വരും. അപ്പോൾ നമുക്ക് ഇപ്പോൾ 5:15, നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് 9:30 സ്റ്റാർട്ട് ചെയ്ത ബസ്സാണ് അത്. 5:15 ആയപ്പോഴത്തേക്കും നമ്മളിപ്പം ഇവിടെ മധുര എത്തി, 6 പാളയത്തിലെത്തി. ഇനി നമുക്ക് ഇവിടെ നിന്ന് അടുത്ത ബസ്സിന്റെ കാഴ്ചകളിലോട്ട് പോവാം. ആറുപാളയത്ത് നിന്ന് പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കിക്കോളുക. ഇവിടെ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഇനി ബാക്കി ബസ്സുകളൊക്കെ. ഇതങ്ങനെ നമ്മൾ ആറുപാളയത്ത് നിന്ന് കൊടൈക്കനാലോട്ടുള്ള 150 കിലോമീറ്റേഴ്സിന്റെ യാത്ര ആരംഭിച്ചിട്ടുണ്ട്. 4 hours എടുക്കും എന്തായാലും. 150 hours ഉള്ളെങ്കിലും അതിൽ 50 കിലോമീറ്റേഴ്സ് ഹില്ലാണ്. അപ്പോൾ ഓരോ കാഴ്ചകൾ കാണാം.
understand where it came from, but you got it, my got it. It began in the land of the sandstorm. I fought it, though I wanted everything to do with what you give to me. Loosening my grip and pull you into me. Just pulled you closer. It's a long departure. നായിഡുപുരം നമുക്ക് അങ്ങോട്ടാണ് പോകാം, വലത്തോട്ട്. ഓ, അങ്ങനെ നമ്മള് കൊടൈക്കനാലെത്തി. അറ്റ് ലാസ്റ്റ്. വേണ്ടേട്ടാ, നമ്മള് നടന്നോളാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മള് കൊടൈക്കനാലെത്തി. നമ്മള് മോർണിംഗ് 5:45 ആയപ്പോഴത്തേക്കും നമ്മള് ആറപാളയത്തു നിന്നാണ് ബസ് കയറിയത് കൊടൈക്കനാലിലോട്ട്. നമ്മള് ഒരു 5:30 ആയപ്പോഴത്തേക്കും തന്നെ മധുരൈ എത്തിയായിരുന്നു. നമ്മള് 9:30 ട്രിവാൻഡ്രത്ത് കയറിയ ബസ്. കറക്റ്റ് ടൈമിംഗ് ആയിരുന്നു എല്ലാം. നമ്മള് നല്ല വിശപ്പൊക്കെ ഉണ്ട്, ഇനി നല്ല രീതിയിൽ ഫുഡ് കഴിക്കണം. ഹായ് 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 ഹായ്. കിട്ടൂല, എവിടെ കിട്ടൂല, എവിടുന്നേ കിട്ടൂ, ലൈറ്റ് വിടുന്നു. അപ്പൊ നമ്മളിപ്പം കൊടൈക്കനാൽ ലേക്കിന്റെ ഫ്രണ്ടിലാണ് ഇറങ്ങിയത്. നമുക്കിതാ ആ റൂട്ടാണ് പോവാനുള്ളത്. നായിഡുപുരം കണ്ടില്ലേ, നായിഡുപുരം ബോർഡ്, അവിടെയാണ് നമ്മളെ ബൈജു അണ്ണ കാണാൻ പോവുള്ളത്. ബൈജു ആ പോയിട്ട് ഓക്കെ. വണ്ടി കാർ പോവാത് പെരുമ്പള്ളം. ആ Before I see you again, before it all makes sense, but I can't hold you back. And I still don't understand where it came from, but you're back in with the passion. I'm awake with the flame in a hailstorm. I'm back in, I gotta have it. Everything to do with what you give to me. Loosening my grip as pull you into me. When I let you go, it just pulled you closer. It's a long departure. മുമ്പ് വന്ന് 1 രൂപയ്ക്ക് ഇഡ്ഡലി കഴിച്ച് പട്ടിണി മാറ്റിയ സ്ഥലമാണ് അമ്മയുടെ. ഓ, വീണ്ടും ആഫ്റ്റർ 2.5 years ഇഡ്ഡലി. അപ്പം തലേവി ഈ പ്ലേസിന്റെ പ്രത്യേകതയാണ്. ജസ്റ്റ് 1 rupeesന് നമുക്ക് ഇഡ്ഡലി കിട്ടും. ഒരു ഇഡ്ഡലിക്ക് 1 രൂപ. നമുക്ക് കാണാം. അയ്യോ, കൈ കഴുകൊണ്ടായിരുന്നു, കൈ ഫ്രീസായി പോയി. താങ്ക് യു. காலையில 7 மணி 10 மணி இட்லி 12 o'clock lunch. சாம்பார் சாதம் 5 rupees. Okay. தயிர் சாதம். ഓക്കെ, താങ്ക് യു. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ചെയ്യാം ഗൈസ്. ജസ്റ്റ് 1 രൂപയാണ് ഇവിടെ ഇഡ്ഡലി. പണ്ട് ചട്നി ഉണ്ടായിരുന്നു, ഇപ്പൊ ചട്നി ഇല്ല. മൃഷ്ടാനമായി നമ്മൾ 3 പേരും 10 ഇഡ്ഡലി വെച്ച് കഴിച്ചു. ഞാൻ 10 ടോട്ടൽ 30 ഇഡ്ഡലിക്കും കൂടെ ഉള്ള കോസ്റ്റ് 30 രൂപ. ഒരു ഇഡ്ഡലിക്ക് 1 രൂപ. അപ്പൊ നിങ്ങൾ ആരും മിസ് ചെയ്യരുത്.
കൊടൈക്കനാല് നിങ്ങളൊരു ബഡ്ജറ്റായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ കുറച്ചധികം ദിവസം ഇവിടെ സ്റ്റേ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഫാമിലി ആയിട്ടാണെങ്കിലും ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ലേക്കിന് തൊട്ടടുത്ത് തന്നെയാണ് അമ്മ മെസ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മോർണിംഗ് 7 o'clock മുതൽ ഈവനിങ് 4 o'clock അല്ലേ 4 o'clock വരെ ഇവിടെ ഓപ്പൺ ആണ്. ഉച്ചയ്ക്ക് തൈര് സാദവും സാമ്പാർ സാദവും ഒക്കെ 3 rupeesനുണ്ട്. അതുപോലെ തന്നെ ഇഡ്ഡലി 1 rupees. അപ്പോൾ മിസ് ചെയ്യല്. ഇതുപോലത്തെ വീണ്ടും അടുത്ത കാഴ്ചകളിലോട്ട് നമുക്ക് പോവാം. ഡിഫറെന്റ് ആയിട്ടുള്ള പല കൊടൈക്കനാൽ കാഴ്ചകളും കാണിച്ചു തരാം. അപ്പോൾ നമുക്കിനി എത്തിച്ചേരാനുള്ളത് നായിഡുപുരം ഹെവൻലി മിസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഒരു 2.5 കൊല്ലം മുമ്പ് ഞാൻ കൊടൈക്കനാല് വന്നപ്പോഴത്തേക്കും സ്റ്റേ ചെയ്തിരുന്ന പ്ലേസ് ആണ്. നൈസ് പ്ലേസ് ആണ്. നല്ല ബഡ്ജറ്റായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും ബൈജു ചേട്ടനെ വിളിച്ചു. അങ്ങനെ അങ്ങോട്ട് തന്നെ ഞാൻ വീണ്ടും പോവുകയാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 5 kilometers ഉണ്ട് നമ്മളെ ലേക്കിന്റെ അവിടുന്ന്. അപ്പോൾ നടന്നു പോകാൻ തന്നെ നമ്മൾ തീരുമാനിച്ചു. പലരും നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യാം, ജീപ്പിൽ പോകാൻ വേണ്ടിയായിട്ടും ടാക്സിക്കൊക്കെ വിളിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ചപ്പോഴത്തേക്കും ഒരു എനർജിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നടന്നങ്ങ് പോവാം. വരുമ്പോ ബസ് ഇറങ്ങിയത് മുതലേ നമ്മൾ ട്രെക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്കുള്ളത്, ഇവിടെ ബാക്കി സ്ഥലങ്ങളിൽ റെന്റ് എടുത്ത് പോകാൻ പറ്റുന്ന പോലെ ഒന്നും ബൈക്ക് റെന്റ് കിട്ടത്തില്ല. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സൈക്കിൾ റെന്റ് എടുക്കാം. അല്ലെങ്കിൽ പിന്നെ ജീപ്പും ടാക്സിയും തന്നെ നിങ്ങൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. വേറെ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഒന്നുമില്ല. അങ്ങനെ നമ്മൾ ഹെവൻലി മിസ്റ്റിലെത്തി. ഇവിടെ നൈസ് പ്ലേസ് ആണ്. ഫുൾ ഇതുപോലെ ടൈൽസ് ഒക്കെ പാകിയിട്ട് നല്ലൊരു ഹിൽ ഏരിയയിൽ ഇതുപോലത്തെ കുറെ വില്ലാസ് ആണ് നമുക്കിവിടെ ഉള്ളത്. ഒരു ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയ അറ്റ്മോസ്ഫിയർ ആണ്. ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ എടുക്കാനായിട്ടാണെന്നുണ്ടെങ്കിൽ അതിനും പറ്റിയ വീടായിട്ടും കോട്ടേജ് ആയിട്ടും എല്ലാം പറ്റിയ പല അറ്റ്മോസ്ഫിയറിൽ നമുക്കിവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റും. കിടിലൻ ലൊക്കേഷനാണ് ഗൈസ്. നിങ്ങൾ കണ്ടു നോക്കുക. ഞാൻ മാക്സിമം ഇതിന്റെ അകത്തുള്ള കാര്യങ്ങൾ പകർത്താം.